ഹായ്, DCB ബാങ്കിൻ്റെ Q2 റിസൾട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അവരുടെ ലോൺ ബുക്ക് ഗ്രോ ചെയ്തിരിക്കുന്നത് 19% ആണ്. അതേപോലെ ഡിപ്പോസിറ്റ്സ് ഗ്രോ ചെയ്തിരിക്കുന്നത് 19% ആണ്. പാറ്റ് 18% ഉണ്ട്. സോ എറൗണ്ട് 19-20% മിക്കവാറും അവരുടെ ലോൺ ബുക്ക് ഗ്രോ ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ ഒരു പേസ് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ക്വാർട്ടറിൽ അവരുടെ GNPA നമ്പർ കുറച്ച് കൂടിയിരുന്നു. അതായത് കുറച്ച് ലോൺസിൽ പേയ്മെൻറ്റിൽ ഇഷ്യൂസ് വന്നിരുന്നു. സോ അത് അവരെ കുറച്ച് അഫക്റ്റ് ചെയ്തിരുന്നു. അത് ഇത്തവണ കുറഞ്ഞിട്ടുണ്ട്. 2.91 ആണ് ഇത്തവണ GNPA നമ്പർ. കഴിഞ്ഞ തവണ 2.98 ആയിരുന്നു. സോ അത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ NNPA 2.21 ആണ്. കഴിഞ്ഞ പ്രാവശ്യം 2.22 ആണ് NNPA. NNPAയിൽ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തിരുന്നില്ല അവരെ. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കോസ്റ്റ് കഴിഞ്ഞ തവണ കൂടുതലായിരുന്നു. അത് ഇത്തവണ ക്രെഡിറ്റ് കോസ്റ്റ് അവർക്ക് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ അവർ പ്രൊവിഷൻസ് അവർ കഴിഞ്ഞ തവണ 115 കോടിയോളം പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. അത് ഈ ക്വാർട്ടറിലായപ്പോഴത്തേക്ക് ഇത് Q2Q ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൊവിഷൻസ് അങ്ങനത്തെ ക്രെഡിറ്റ് കോസ്റ്റ് കാര്യങ്ങളെല്ലാം Q2Q ആണ് പറയുന്നത്. സോ അതിൽ 60 crores ആണ് ഇപ്പോൾ അവർ അറൗണ്ട് 60-65 crores ആണ് പ്രൊവിഷൻസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞതിൽ 115 കോടി ഉണ്ടായിരുന്നു. സോ പ്രൊവിഷൻസും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ബുക്ക് വാല്യൂ ഇപ്പോൾ കമ്പനി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 0.68 സോ ബുക്ക് വാല്യൂവിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിന് കമ്പനി ഇതേ ഒരു രീതിയിലുള്ള ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം കഴിഞ്ഞ ക്വാർട്ടറിൽ അവർ ഇതേ രീതിയിൽ ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന സമയത്താണ് ഒരു സ്ലിപ്പേജ് വന്നിരുന്നത്. അവർ ഫ്രഷ് ആയിട്ടുള്ള NPAs കൂടിയിരുന്നു, സ്ലിപ്പേജസ് കൂടിയിരുന്നു. സോ അത് 4.5, 4.6 അടുത്ത് വരെ കൂടിയിരുന്നു. സോ ഫ്രഷ് സ്ലിപ്പേജ് ഈ ക്വാർട്ടറായപ്പോൾ വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. 3.17 ആ ഒരു രീതിയിലേക്ക് ഫ്രഷ് സ്ലിപ്പേജും കുറഞ്ഞിട്ടുണ്ട്. സോ ഇതെല്ലാം അവരുടെ ഗ്രോത്തിനെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് അവരുടെ പാറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രൊവിഷൻസും അതേപോലെ തന്നെ ക്രെഡിറ്റ് കോസ്റ്റ്, അതേപോലെ സ്ലിപ്പേജ് കാര്യങ്ങളൊക്കെ വരുന്ന NNPA കൂടുന്നത്, GNPA കൂടുന്നതൊക്കെ. സോ അതിലുള്ള ഈ പ്രാവശ്യം ഈ ക്വാർട്ടറിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. സോ ഈ ഇമ്പ്രൂവ്മെൻറ്റ് അവർ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേപോലെ നിംസ് അവരുടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ 3-4 ക്വാർട്ടറായിട്ട്. 3.3, 3.5 ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറഞ്ഞ് 3.2 വരെ എത്തിയിരുന്നു. ഈ ക്വാർട്ടറിൽ 3.23 ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ROEയിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. 11.5 നിന്ന് ഏകദേശം 13 മുകളിലേക്ക് ROEയും ഗ്രോ ചെയ്തിട്ടുണ്ട്. സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അവർ ലോ യീൽഡിങ് മോർട്ട്ഗേജസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ. അതിൽ നിന്ന് അവർ ഹൈ യീൽഡിങ് MSME ലോൺസിലേക്ക് മാറുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ സ്ലിപ്പേജസ് ഒക്കെ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ ആ ലോൺ ബുക്ക് ആ രീതിയിൽ ഗ്രോ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. MSMEയുടെ അവരുടെ റവന്യൂയിലുള്ള അല്ലെങ്കിൽ ലോൺ ബുക്കിലുള്ള പാർട്ടിസിപ്പേഷൻ വീണ്ടും കുറവായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഈ ക്വാർട്ടറിലേക്ക് കുറഞ്ഞിട്ടുണ്ട് അത്. സോ അതിലൊക്കെ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് വരുവാണെന്നെങ്കിൽ അവരുടെ നിംസിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരും. അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിന് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇനി വരുന്ന ക്വാർട്ടറുകളൊക്കെ അത് ട്രാക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം വരുന്ന അപ്ഡേറ്റുകൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.